1911 ഒരു പോളിഷ് കെമിസ്റ്റ് കാസിമിയർ ഫങ്ക് എന്ന് പറഞ്ഞ ആൾ കുറച്ച് പ്രാവുകളെ കുറിച്ച് എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അങ്ങനെ ആ പ്രാവുകൾക്ക് അദ്ദേഹം കുറച്ച് പലതരത്തിലുള്ള റൈസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് സ്റ്റാർച്ച്, ബ്രൗൺ റൈസ്, വൈറ്റ് റൈസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്ത സമയത്ത് കുറച്ച് പ്രാവുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അസുഖം വരികയും പക്ഷെ കുറച്ച് പ്രാവുകൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് വെച്ചാൽ, കാരണം അയാൾക്ക് ഉറപ്പുണ്ട് അതൊരു ബാക്ടീരിയയിലോ വൈറലായിട്ടോ വന്ന ഒരു അസുഖമല്ല, അത് വേറെ എന്തോ ഒരു സബ്സ്റ്റൻസ്, അതായത് എന്തോ ഒരു കാര്യം ഇല്ലായ്മ കൊണ്ടാണ് ഈ ബാക്കിയുള്ള പ്രാവുകൾ മരിച്ചു പോകുന്നത് മനസ്സിലാക്കി. ബ്രൗൺ റൈസ് കൊടുത്ത ഈ പ്രാവുകളാണ് ഹെൽത്തി ആയിട്ട് വളർന്നത്. ഇനി ബാക്കിയുള്ളവരെ ബ്രൗൺ റൈസ് കഴിപ്പിക്കുന്നതിലൂടെ അവരും ഹെൽത്തി ആയി റിക്കവർ ചെയ്ത് വരും. അപ്പൊ അതിലൂടെ അയാൾക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ആ ബ്രൗൺ റൈസിലുണ്ട്. നമുക്ക് ഈ അസുഖം മാറ്റാൻ സഹായിക്കുന്ന ഈ സബ്സ്റ്റൻസ് എന്താണെന്ന് ഫംഗിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഫംഗ് ഒരു പേര് നൽകിയത്. ഓക്കെ, ലൈക്ക് 2 വേർഡുകൾ ചേർത്താണ് ആ പേര് നൽകിയത്. അതായത് വൈറ്റ പിന്നെ അമീൻ. വൈറ്റ എന്ന് പറഞ്ഞാൽ ലൈഫ്, അമീൻ എന്ന് പറയുന്നത് ഇപ്പോൾ NH2 ബോണ്ടിനാണ് അമീൻസ് എന്ന് പറയുന്നത്. ലൈക്ക് അതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് വരുമ്പോൾ അതിന് അമീൻസ് എന്ന് പറയും. സോ ആ 2 പേരുകളും കൂടെ ചേർത്ത് വൈറ്റമിൻ എന്നുള്ളത് ഈ മാറ്റി വൈറ്റമിൻ എന്നാക്കി. സോ അങ്ങനെയാണ് ആ പേര് അങ്ങനെ ഫേമസ് ആവുകയാണ്, പെട്ടെന്ന് ഫേമസ് ആവുകയാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായ വൈറ്റമിൻസ് ഒന്നും അമീൻ ഗ്രൂപ്പുകൾ ഇല്ലെങ്കിൽ പോലും ആ പേര് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഉണ്ടായത്.